എൻ്റെ കുഞ്ഞുമാടെ എൻഗേജ്മെന്റ് ആട്ടോ. കുഞ്ഞുമ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും വലിയ ആളാന്നൊക്കെ. അല്ലടോ, ആളും ഞാനും തമ്മിൽ 1 ഇയർ ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു എൻഗേജ്മെന്റ് പർച്ചേസിംഗ് വ്ളോഗ് ഇട്ടുണ്ടായിരുന്നല്ലോ. ആളുടെ എൻഗേജ്മെന്റ് ആട്ടോ ഇന്ന്. ഒരു കുഞ്ഞു ചിരിക്കാൻ പറഞ്ഞാട്ടോ ഈ അഭിനയിച്ച് വരിക്കണേ. മോർണിംഗിന് നമ്മൾ ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ മെയിൻ പരിപാടി. ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പൂവൊന്നും വീട്ടിൽ നിന്ന് വെക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടായിരുന്നു ആ പരിപാടി. ഫ്രീ ആയിട്ടൊരു കൈ കണ്ട പിന്നെ ആൾ കൈയും പിടിച്ചിട്ട് 2 കറക്കാട്ടോ. എസ്പെഷ്യലി ഇന്ന് പുതിയ ഡ്രസ്സും കൂടെ ആയപ്പോൾ പിന്നെ പറയും വേണ്ട. ഇതാണ് നമ്മുടെ ആമിക്കുട്ടിയുടെ മെയിൻ ഹോബി കേട്ടോ. നമ്മളും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു. പുതിയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ 2 ആൾക്കാരെ കണ്ടാലും 2 കറക്കും. അത് മസ്റ്റാണല്ലോ. അതിൽ വലിയ ചേഞ്ച് ഒന്നും ഇല്ലല്ലോ ഇപ്പോഴും. ഇങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയിട്ട് 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും തന്നെ സെക്കൻഡ് വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സംഭവം ഈ താലം പിടിച്ചുകൊണ്ടുള്ള വരവില്ലേ, അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അതായത് ഓരോരുത്തരുടെ കയ്യിലായിട്ട് ഓരോന്നായിട്ട്. നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് എണ്ണിയോണ്ടിരിക്കലായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ കയ്യിലും ഓരോന്നായിട്ട് തീർന്നുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. എൻഗേജ്മെന്റിൽ ഏറ്റവും വലിയ ടാസ്ക് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കൊടുക്കലും വാങ്ങലും. വീട്ടിൽ ഇപ്പോഴത്തെ മെയിൻ താരങ്ങൾ ഇവരാണ്. റിച്ചു സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആ ബൊക്കറ്റ് കയ്യിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതും പിടിച്ചുകൊണ്ട് കുറച്ച് നേരത്തിന് ഷോ ആയിരുന്നേ. ഇപ്പൊ തന്നെ സമയം ഒത്തിരി ആയിട്ട് തന്നെ കേട്ടോ. നല്ല വിശപ്പുണ്ട്, വയറ്റിൽ കോഴിക്കുഞ്ഞി കരഞ്ഞോണ്ടിരിക്കുക. പക്ഷെ റിച്ചുവിന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കേക്ക് കട്ടിങ് ആയിരുന്നു. അങ്ങനെ റിച്ചുവിനും കിട്ടി ഗൈസ് ഒരു 17. എന്തായാലേ ഒരു എൻഗേജ്മെന്റ് ഒക്കെ കഴിച്ചാലോ എന്നുണ്ട്. പക്ഷെ വേണ്ട. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും കൂടെ പിക്ക് എടുക്കാൻ പോയി. അപ്പോൾ വീട്ടിലെ എല്ലാ പിള്ളേരും കൂടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് പിന്നെ ഡാൻസും പാട്ടും കൂത്തും ഇതൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഓക്കെ, ഇഷ്ടമായി ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ കാണാൻ.